Welcome to I Plus Training Solutions. I Plus Training Solutionന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഡിസംബർ നെറ്റ് എഡ്യൂക്കേഷൻ പേപ്പറിന്റെ 2024 ഡിസംബറിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഒന്നും രണ്ടും പാർട്ടുകൾ 20 ചോദ്യം വീതമുള്ള ഒന്നും രണ്ടും പാർട്ടുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത അതിന്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Yes, the concept of randomness is based on which of the following assumption? Randomness എന്നുള്ള കോൺസെപ്റ്റ് which of the following assumption ഏത് അസംഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? While individual events cannot be predicted with accuracy, aggregate events can. While aggregate events cannot be predicted with accuracy, individual events can. Then, while individual events cannot be studied with accuracy, aggregate events can. Then, sampling error are not predictable with randomization. അതായത് റാൻഡംനെസ് എന്നുള്ള കോൺസെപ്റ്റ് ഇതിലേത് അസംഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കപ്പോൾ അതിൽ ലാസ്റ്റ് നോക്കാം. സാമ്പിളിംഗ് എറർ ആർ നോട്ട് പ്രെഡിക്റ്റബിൾ വിത്ത് റാൻഡമൈസേഷൻ. അത് നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയാം. കാരണം റാൻഡമൈസേഷൻ കൂടുന്തോറും എറർ കുറയും അല്ലേ? നമ്മൾ പറയത്തില്ലേ, സ്മോൾ സാമ്പിളിൽ സ്റ്റഡി നടത്താതെ ലാർജ് സാമ്പിളിൽ സ്റ്റഡി നടത്തുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ റാൻഡമൈസേഷൻ എന്ന് പറയുന്ന കാര്യവും ഈ ലാർജ് സാമ്പിളിലേക്ക് പോകുമ്പോൾ കൂടും അല്ലേ? റാൻഡമൈസേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ലാർജ് സാമ്പിൾ ആണ് കുറച്ചും കൂടി ആപ്ലിക്കബിൾ. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, വേണ്ടാന്ന് വെക്കാം. ഇനിയും അടുത്ത രണ്ട് ഓപ്ഷൻ നോക്കൂ. അതായത് 2ഉം 3ഉം. അഗ്രിഗേറ്റ് ഇവന്റ്സ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് ആക്യുറസി, ഇൻഡിവിജ്വൽ ഇവന്റ്സ് ക്യാൻ. അതായത് ആക്യുറസി വെച്ചോ ഇൻഡിവിജ്വൽ ഇവന്റ്സ് വെച്ചോ അഗ്രിഗേറ്റ് ഇവന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ശരിയാണ്, പക്ഷെ അത് റാൻഡംനെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതല്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വൈൽ ഇൻഡിവിജ്വൽ ഇവന്റ്സ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് ആക്യുറസി, അഗ്രിഗേറ്റ് ഇവന്റ്സ് ക്യാൻ. അതാണ് റാൻഡംനെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആൻസർ. ഇത് കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഹൈ ലെവലിൽ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ആ ഒരു ഏരിയ റാൻഡംനെസ് എന്നുള്ള അല്ലെങ്കിൽ സാമ്പിളിങ്, അത് റിസർച്ചിന്റെ മെത്തഡോളജിയിലെ ആ ഒരു ഏരിയയിലെ ഒന്ന് വായിച്ചു വിട്ടാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലുള്ള ചോദ്യങ്ങൾ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി അതിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എപ്പോഴും ഒമിറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത് കളയുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. വൈൽ ഇൻഡിവിജ്വൽ ഇവന്റ്സ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് ആക്യുറസി, അഗ്രിഗേറ്റ് ഇവന്റ്സ് ക്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Selection and placement decision typically involve prediction about future learning based on present characteristics of the individual. A test that is used for the said purpose is. Kanda? Selection and placement decision typically involve in prediction about future learning based on present characteristics of an individual. A test that is used for this purpose is criterion reference test, attitude test, aptitude test, frame test. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരു ആൻസർ ആണിത് അല്ലേ? നമ്മളൊരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ എന്ത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ഇതിലേക്ക് ഒരു ഏരിയയിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുക, നമ്മുടെ ഫ്യൂച്ചർ ലേണിങ്ങിന് അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് നോക്കിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏത് ആൻസറിന് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നടത്തേണ്ടത്. സോ ഓപ്ഷൻ 3 is the correct answer. Next question. The competency based model of curriculum focus on time spent on acquiring skills, mastering specific skills, general knowledge skills, general life skills. കോമ്പിറ്റൻസി ബേസ്ഡ് ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം അല്ലെങ്കിൽ ആ ഒരു മോഡൽ കൊണ്ടുവരുന്നത് തന്നെ എന്താണ്? നമ്മൾ അതിൽ അഗ്രഗണ്യരാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സോ മാസ്റ്ററി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
So here correct answer is mastering specific skills. ബാക്കി നോക്കിക്കേ, ജനറൽ നോളജ് സ്കിൽസ്, അതിനുവേണ്ടി നമുക്കൊരു കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലത്തിന്റെ ആവശ്യമില്ല. ടൈം സ്പെൻഡ് ഓൺ അക്വയറിംഗ് സ്കിൽസ്, അതൊരിക്കലും ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് സ്കിൽ ഇതിന്റെ ഡയറക്റ്റ് ഒരു ഇതാണ്, ഫോക്കസ് ആണെന്ന് തോന്നുന്നില്ല അല്ലേ. ജനറൽ ലൈഫ് സ്കില്ലിന് വേറെ കരിക്കുലം ഉണ്ട്, ലൈഫ് ഓറിയന്റഡ് കരിക്കുലംസ് വേറെ ഉണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മാസ്റ്ററിംഗ് സ്പെസിഫിക് സ്കിൽസ്. Then which of the following value is enshrined in preamble of constitution? Direct question, simple, എളുപ്പം. നമ്മുടെ ഓപ്ഷൻസ് നോക്കാവുന്ന ഇൻഡിവിജ്വലിസം, പ്രോഗ്രസിവിസം, കോസ്മോപൊളിറ്റനിസം, ദെൻ സെക്യുലറിസം. എന്താണ്? ഇന്ത്യ ഇൻഡു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് കൺട്രി അല്ലേ. നമ്മുടെ ഇത് പറയുന്നത് തന്നെ, നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്ന തന്നെ വേർഡ് ഇതിനകത്തുണ്ട്, ഇറ്റ് ഈസ് സെക്യുലറിസം. ഓക്കെ, യെസ്, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സെക്യുലറിസം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ ഈ തന്ന ഏതൊക്കെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആണ് അല്ലേ. നമ്മൾ ആ ഒരു ഇതിനകത്ത് സോവറിൻ, ഇന്ത്യ ഇൻഡു എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എന്നിട്ട് സെക്യുലറിസം ആണ് അതിൽ ഉള്ളത്. ഓക്കെ, ഡെമോക്രാറ്റിസം, സെക്യുലറിസം, ഇങ്ങനെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ നമ്മുടെ വാല്യൂ പഠിക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ വാല്യൂസ് അല്ലേ. അതാണ് ഇവിടെ ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A teacher uses Socratic method to help students in developing critical thinking skills during a lesson on global warming. This method is best aligned with which theorist principle? Okay. സ്കിന്നർ, പിയാഷെ, വൈഗോവസ്കി, ബ്രൂണർ ആണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ശരിക്കും സ്കിന്നറും പിയാഷയും സോക്രാറ്റിക് മെത്തേഡ് പറയുന്നവരല്ല, പക്ഷേ നമ്മുടെ ഇവര് രണ്ടുപേരും, ദാറ്റ് മീൻസ് വൈഗോവസ്കിയും ബ്രൂണറും സോക്രാറ്റിക് മെത്തേഡ് അഡ്വക്കേറ്റ് ചെയ്യുന്നവരാണ്. സോ ഹിയർ സോക്രാറ്റിക് മെത്തേഡ്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് വാട്ടെവർ ഒരു ഇഷ്യൂ എന്ന് മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അവിടെ ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടെണ്ണം നമുക്ക് ആൻസർ വേണേ പറയാം. അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ് നമ്മുടെ വൈഗോവിസ്കിയുടെയും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബ്രൂണറുടെ മെത്തേഡും നമുക്ക് രണ്ടും പറയാം. സോ അതുകൊണ്ട് മേ ബി നമ്മുടെ ആൻസർ വൈഗോവിസ്കിയോ ബ്രൂണറും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നെറ്റിന്റെ ആൻസർ കീ വരട്ടെ, ആൻസർ കീയിൽ ഏതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് പറയുന്നതെന്ന് നോക്കാം. പക്ഷെ ഇവിടെ വൈഗോവിസ്കിയാണ് കുറച്ചും കൂടി നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ബ്രൂണറും വൈഗോവിസ്കിയും ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നെറ്റിന്റെ ആൻസർ കീയിൽ ഏത് പറയും എന്നുള്ളത് വെച്ച് നമുക്ക് പോവാം. അപ്പൊ ആൻസർ കീ വരുമല്ലോ. Next question. Which of the following Web 2.0 tool is most effective for collaborative learning in e-learning platform? ഇതെല്ലാം 2.0 വെബ് 2.0 ടൂളിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പം ശരിക്കും വെബ് 2.0 പോയിട്ട് ഇപ്പം വെബ് 2.5.0യിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന കാലമാണ് അല്ലേ. അപ്പോ ഇതിന്റെ ആൻസർ, അതായത് കൊളാബറേറ്റീവ് ലേണിങ്ങിനും അതുപോലെ തന്നെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അത് യൂസ് ചെയ്യുന്നത് ഏത് എന്നാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ വിക്കി, ബ്ലോഗ്, പോഡ്കാസ്റ്റ്, വീഡിയോ കോൺഫറൻസിങ് ഇവയാണ് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. ബ്ലോഗിലൊന്നും ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് പോസിബിൾ ആയിട്ട് വരില്ല, ഡയറക്റ്റ് ഇല്ലേ. പോഡ്കാസ്റ്റിലും ഇല്ല. പിന്നെ വീഡിയോ കോൺഫറൻസിങ്ങിലും ഈ ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല, മേ ബി ഉണ്ട്. പക്ഷെ വിക്കി എന്ന് പറയുന്നതാണ് ഇവിടെ മോസ്റ്റ് ഇന്ററാക്റ്റീവ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കൊളാബറേറ്റീവ് ലേണിംഗ് ടൂൾ, അതായത് വെബ് 2.0യിൽ വരുന്നത്. പിന്നെ നമ്മുടെ മറ്റേ സൂം അങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം വെബ് 2.0 ടൂളുകളാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചേറെ വിശദമായിട്ട് നമ്മുടെ PYQ ഡിസ്കഷനിൽ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്, അതായത് എക്സാമിന് തൊട്ട് മുമ്പ് നമ്മളൊരു സെറ്റ് ഓഫ് സെലക്റ്റഡ് ചോദ്യം എടുത്ത് PYQ ഡിസ്കഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ PYQ ഡിസ്കഷനിൽ ഇത് എന്തുകൊണ്ട് വിക്കി വന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിക്കിയുടെ യൂസസ്, അതുപോലെ തന്നെ വെബ് 2.0, 1.0 തുടങ്ങി വെബ് 5.0 വരെ വരുന്ന ടൂളുകൾ ഏതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയി അത് റെഫർ ചെയ്യണേ.
സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് വെബ് 2.0 ടൂൾ ആയിട്ട് വരുന്നത് വിക്കി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഈ തന്നിരിക്കുന്നതിലെ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ട്രൂ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ കണ്ടോ? ആൽഫ്രഡ് അഡ്ലർ ഡിസഗ്രീഡ് വിത്ത് ഫ്രോയിഡ്സ് ഐഡിയ ദാറ്റ് the cause of human emotionality was unconscious conflict. Okay, then അടുത്തത്, Aaron Beck developed cognitive psychotherapy in 1960s. Okay, then cognitive behavior therapy CBT came into usage around early 1950s. Then in ABC model, C represents the resultant emotion or behavior. In ABC model, A represents assimilation. Okay. So, ഇവിടെ correct true ആയിട്ട് വരുന്ന answers ഏതൊക്കെ? നമുക്കറിയാം ആൽഫ്രഡ് അഡ്ലർ. ആൽഫ്രഡ് അഡ്ലർ ആരാണ്? ആൽഫ്രഡ് അഡ്ലർ എന്ന് പറയുന്നത് നിയോ ഫ്രോയിഡിയൻ സയന്റിസ്റ്റുകൾ, നിയോ ഫ്രോയിഡിയൻ ആൾക്കാരുടെ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പഠിച്ചവരാണ്. ഒന്ന് ആൽഫ്രഡ് അഡ്ലർ, കാൾ യുങ്, കരൺ ഹോണി, ഇവരെല്ലാം നമ്മൾ അവിടെ പഠിച്ചതാണ്. സോ അവിടെ ആൽഫ്രഡ് അഡ്ലർ പറയുന്നത് തന്നെയാണ് ഏത്? അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് അല്ലേ? ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആൽഫ്രഡ് അഡ്ലർ പറയുന്നതാണ്. സോ അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പിന്നെ ആരൺ ബക്ക് ആണ് കോഗ്നിറ്റീവ് സൈക്കോതെറാപ്പി ഡെവലപ്പ് ചെയ്തതും. അപ്പോൾ 1960s എന്നുള്ളതും ഉറപ്പായി. ഇനി കണ്ടോ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്തായാലും ബി കറക്റ്റ് ആണെങ്കിൽ സി കറക്റ്റ് ആവാൻ വഴിയില്ല. കാരണം എന്താണ്? ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോതെറാപ്പി ഏർലി 1950s ഉണ്ടായിരുന്നു, ഒരിക്കലും അല്ല അല്ലേ? സോ അത് ഡെവലപ്പ് ചെയ്തത് തന്നെ ആരൺ ബക്ക് ആണ്, കോഗ്നിറ്റീവ് സൈക്കോതെറാപ്പി കൊണ്ടുവന്നത് തന്നെ, അത് 1960s. സോ അപ്പൊ അതുകൊണ്ട് സി എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ അല്ല. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എയും ബിയും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കണം. എയും ബിയും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്ന രണ്ടെണ്ണം ഉണ്ട്. ദാറ്റ് മീൻസ് 1ഉം 4ഉം ഉണ്ട്. അടുത്തൊരു കൺഫ്യൂഷൻ വന്നു അല്ലേ? 1ഉം 4ഉം ഉണ്ട്. അപ്പൊ ഇനി നോക്കൂ, ഡിയിലേക്ക് നമ്മൾ പോണം. ഡിയുടെ ഓപ്ഷൻ എന്താ? ഇൻ ABC മോഡൽ സി റെപ്രസെന്റ് ദ റിസൾട്ടന്റ് ഇമോഷൻ ഓഫ് ബിഹേവിയർ. അതെ, റിസൾട്ടന്റ് ഇമോഷൻ ആണ് സി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഡിയും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് എ ഡി ബി ഒള്ളിയാണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. So, correct answer എന്താ പറഞ്ഞേ? A, D, B only. Now, the measurement of human abilities അല്ലെങ്കിൽ personality, interest encounters problems in selecting attributes of variables, developing educational devices or tests, quantifying the attributes, determining the operations to isolate the attributes, preparing standard scores. The measurement of human ability അല്ലെങ്കിൽ personality അല്ലെങ്കിൽ interest, ഇത് എന്തുകൊണ്ട് മെഷർ, അല്ലെങ്കിൽ encounters problems within, ഇത് ഏതുമായിട്ട് അസോസിയേറ്റ് ഏതിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ the measurement of human abilities encounters problems in, അല്ലെ the measurement of personalities, human personality encounters problem in, അല്ലെങ്കിൽ the measurement of human interest encounters problems in. അല്ലേ? നോക്കൂ, ഓപ്ഷൻ നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് സെലക്ടിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് വേരിയബിൾ ശരി വരും. കാരണം നമ്മളത് മെഷർ ചെയ്യുന്ന സമയത്ത് വേരിയബിൾസ് പ്രോപ്പർ ആയിട്ട് എടുത്തില്ലെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നം വരും അല്ലേ? ഒരാളുടെ പെർഫോമൻസിനെയാണ് നമുക്ക് അസസ് ചെയ്യേണ്ടതെന്ന് വെച്ചോ, അപ്പോൾ അവരുടെ ടീച്ചിങ് സ്റ്റൈല് അല്ലെങ്കിൽ ടീച്ചിങ് പാറ്റേൺ അതൊരു ആട്രിബ്യൂട്ട് ആണ്. അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി അതൊരു ആട്രിബ്യൂട്ട് ആണ്. അത് നമ്മൾ എടുത്തില്ല എങ്കിൽ അവിടെ ഒരു ഇഷ്യൂ വരില്ലേ? സോ അപ്പം സെലക്ടിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് വേരിയബിൾസ് കറക്റ്റ് ആണ്. ഇനി അടുത്ത നോക്കിക്കേ, ഡെവലപ്പിംഗ് എഡ്യൂക്കേഷണൽ ഡിവൈസ്, ഇവരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടൂള് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ആ ടെസ്റ്റ് അല്ലെങ്കിൽ അവിടെയും ഇഷ്യൂ വരില്ലേ? യെസ്, ബിയും കറക്റ്റ് ആണ്. ദെൻ സി നോക്കിക്കേ, ക്വാണ്ടിഫൈങ് ദി ആട്രിബ്യൂട്ട്സ്, ഇവയെ അസസ് ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മ വന്നാൽ അതും പ്രോബ്ലം ആണ്. സോ സിയും കറക്റ്റ് ആണ്. പിന്നെ നോക്കിക്കേ,
ഡി നോക്ക്, ഡിറ്റർമൈനിങ് ഓപ്പറേഷൻസ് ടു ഐസൊലേറ്റ് ദ ആട്രിബ്യൂട്ട്, അതും കറക്റ്റ് ആണ്. ഇവിടെ പ്രിപ്പയറിംഗ് സ്റ്റാൻഡേർഡ്സ് കോഴ്സസ്, സ്റ്റാൻഡേർഡ്സ് കോഴ്സുമായിട്ട് ഇത് യാതൊരു ബന്ധവും ഇല്ല. കാരണം അത് കിട്ടുന്ന അനുസരിച്ചാണ് സ്കോർ ഉണ്ടാക്കുന്നത്. അത് ഡേറ്റ തരുന്നതനുസരിച്ച് സ്കോർ ഉണ്ടാക്കുന്നുണ്ട്, അത് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മൾ അതിനെ വെച്ചിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നെങ്കിലേ ഉള്ളൂ അല്ലേ. പക്ഷേ നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന എയും ബിയും സിയും ഡിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. So here correct answer is option A, B, C and D only. That means selecting attributes, developing educational device, quantifying the attributes, determining operations to isolate the attributes. അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനോ എളുപ്പമുള്ള ക്വസ്റ്റ്യനോ എന്ത് വേണമെങ്കിലും പറയാം അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. ഇതൊരു ഇതുണ്ടേ, കരിക്കുലം ഡെവലപ്മെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ രണ്ട് തരത്തിലുണ്ടല്ലോ, ബേസിക്കും ഉണ്ട് അല്ലാതെ ജനറൽ പ്രിൻസിപ്പിൾസും ഉണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ലെഷർ, പ്രിൻസിപ്പിൾ ഓഫ് മെച്യൂരിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി, മെച്യൂരിറ്റി, ഫ്ലെക്സിബിലിറ്റി കറക്റ്റ് ആൻസർ ആണ്. സോ ഇവിടെ നമുക്ക് ഒമിറ്റ് ചെയ്യാവുന്ന പ്രിൻസിപ്പിൾ ഓഫ് ലെഷർ എന്ന് പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് അല്ല. പക്ഷെ കരിക്കുലം ട്രാൻസാക്ഷനിൽ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലെഷർ വരുന്നുണ്ട്. അതാണ് കരിക്കുലം ഡെവലപ്മെന്റിലല്ല, കരിക്കുലം ട്രാൻസാക്ഷനിലാണ് എന്ത് വരുന്നത്, ലെഷർ എന്നുള്ള ഒരു റൂള് വരുന്നത്. So here correct answer is principle of leisure. പറഞ്ഞില്ലേ, പ്രിൻസിപ്പിൾ ഓഫ് ലെഷർ എന്ന് പറയുന്നത് കരിക്കുലം ഡെവലപ്മെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നില്ല. So which of the following are features of MOOC? ഇതൊരു ചോദ്യമാണ്. Which of the following are features of MOOC? എന്താണ് MOOC? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് അല്ലേ. ഇതെന്താണ്? ടിപ്പിക്കലി ഫ്രീ ആണ്, വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ആണ്. ഇതിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റുഡൻസിന്, പഠിക്കേണ്ടവർക്ക്. ഇനി എന്താണ്? ഓപ്പൺ ആക്സസ് ആയിട്ടുള്ളതാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ എന്താണ്? ഒരു വിതൗട്ട് എനി സ്പെസിഫിക് റിക്വയർമെന്റ്, ഒരു പെർട്ടിക്കുലർ റിക്വയർമെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മൂക്ക് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി മൂക്സ് ക്യാൻ ബി സ്ട്രക്ചേർഡ് ലൈക്ക് ട്രഡീഷണൽ കോളേജ് കോഴ്സസ്, അല്ലെങ്കിൽ ലെസ് സ്ട്രക്ചേർഡ് അപ്രോച്ചസ് ആയിട്ടുള്ള ഫ്രീ കോഴ്സസും മൂക്കില് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അറ്റൻഡൻസ്, അതായത് നമ്പർ ഓഫ് ആൾക്കാരെ എത്ര വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൂക്ക് അല്ലേ. ഇനി സ്വയം പ്ലാറ്റ്ഫോമിലാണ് ആദ്യം എന്ത് മൂക്ക് കോഴ്സുകൾ അപ്ലോഡ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ മൂക്ക് കോഴ്സ് തുടങ്ങിയത് തന്നെ അല്ലേ. സ്വയം, അതായത് സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്. അത് ഒരു ആദ്യത്തെ എന്താണ് മൂക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആരാണ് ഇനിഷ്യേറ്റ് ചെയ്ത് വന്നത്? അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് MHRD ആണ് മൂക്ക് കോഴ്സസ് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, സ്വയം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മൂക്ക് കോഴ്സ് ആണ്. ഇനി ദ ടേം മൂക്ക്, ഈ ഒരു മൂക്ക് എന്നുള്ളൊരു ടേം ഉണ്ടല്ലോ, അത് കോയിൻ ചെയ്തത് അല്ലെ, ആ ഒരു ടേം അത് ഡെവലപ്പ് ചെയ്തത് വന്നത് സ്റ്റീഫൻ ഡോവൻസ് ആൻഡ് ജോർജ് സീമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേര്. ഓക്കെ, അത് അവര് 2008 ഇങ്ങനെ ഒരു ടേം തന്നെ കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ ഇതും പറയുന്നുണ്ട് ഒരു കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ പറയുന്ന സ്റ്റീഫൻ ഡോൺസ് ആൻഡ് ജോർജ് സീമൻസ്. പിന്നെ വേറൊരു പേരുകൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്, ദാറ്റ് ഇസ് ഡേവ് കോർമിയർ. അത് 2008 അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡില് അദ്ദേഹവും ഈ ടേം കോയിൻ ചെയ്തത് ഡേവ് കോർമിയർ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് മൂക്കിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ, കുറച്ചൊരു ഐഡിയ ആണ്. ഇനി കൂടാതെ ഫാദർ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. ഇത് സർ ഐസക് പിറ്റ്മാൻ ആണ് ഫാദർ ഓഫ് ഓൺലൈൻ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഡിസ്റ്റന്റ് ലേണിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ഫാദർ ഓഫ് ഡിസ്റ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ പറയുന്ന സർ ഐസക് പിറ്റ്മാൻ ആണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയൊക്കെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇനിയും ഇതിന്റെ കേട്ടെ,
Which of the following are features of MOOC? Open access to learning content, optional certificate, limited enrollment, low completion rate, lack of interactivity. Okay, so ഇപ്പൊ ഇത് തന്നെ വെച്ച് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കുറേ പോയിന്റ്സ് വെച്ച് തന്നെ നമുക്ക് മൂക്കിന്റെ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാം. ഓപ്പൺ ആക്സസ് ടു ലേണിംഗ് കണ്ടന്റ് കറക്റ്റ് ആണ്. ഓപ്ഷണൽ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടും ഉണ്ട്. ദെൻ ലിമിറ്റഡ് എൻറോൾ അല്ല അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ n നമ്പർ ഓഫ് പീപ്പിളിന് എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സി നമുക്ക് എടുത്ത് കളയാം. ഇനി അടുത്ത എന്താണ്? ലോ കംപ്ലീഷൻ റേറ്റ്. അതൊരു ഫാക്ടർ ആണ്. ലോ ഇന്ററാക്ടിവിറ്റി, ലാക്ക് ഓഫ് ഇന്ററാക്ടിവിറ്റി അവിടെ ഇല്ല. ഇന്ററാക്ഷൻ ഓപ്ഷൻസ് ഉണ്ട് അവിടെ. പക്ഷേ ഇന്ററാക്ടിവിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ആണ് അവിടെ. ഓക്കെ, പക്ഷെ അങ്ങനെ പറയാനും നമുക്ക് പറ്റില്ല. കാരണം കുറച്ചൊക്കെ ഇന്ററാക്ടിവിറ്റി ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പക്ഷെ ലോ കംപ്ലീഷൻ റേറ്റ് അത് കറക്റ്റ് ആണ്. കാരണം എന്താ അറിയോ, കുറെ പേര് ഫ്രീ ഓപ്പൺ ആക്സസ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് പക്ഷെ അത് കംപ്ലീറ്റഡ് ആക്കാനുള്ള റേറ്റ്, അതായത് അതിനുള്ള ഒരു ഇത് ഉണ്ടാവാറില്ല. സോ അതുകൊണ്ട് എയും ബിയും ഡിയും കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. യെസ്, കറക്റ്റ് ആൻസർ ഈസ് എ, ബി ആൻഡ് D. That means open access to learning content, then optional certificate, low completion rate. Next question, direct question. Etymologically, the term curriculum is derived from the Latin word. നമ്മൾ ആലോചിക്കും ഒരു നെറ്റ് എഡ്യൂക്കേഷൻ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ എന്നല്ലേ. ആദ്യകാലങ്ങളിലൊക്കെ നെറ്റ് എഡ്യൂക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. പിന്നീടൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കേയില്ല. അപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താ പറയുക, നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇനി ഈ പറഞ്ഞ ലാറ്റിൻ വേർഡ് എങ്ങാനും മാറിപ്പോയോ ഇല്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്കൊക്കെ നമ്മളെ നയിക്കാം. അങ്ങനെ ഒന്നും പോകണ്ട. ഒറ്റൊരു ഓപ്ഷൻ, ഒരു ആൻസറേ ഉള്ളൂ. ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കരിക്കുലാർ, കാരിക്കച്ചർ, ക്യൂരിയസ്, ദെൻ ക്യൂറേറെ അല്ലേ. നമുക്കറിയാം അല്ലേ, ഡയറക്റ്റ് ആയിട്ട് ആൻസർ അറിയാം. എന്നാലും നമുക്കൊരു ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരുത്തും. അതൊരു ലാറ്റിൻ വേർഡ് ആണെന്നറിയാം. കരിക്കുലം ക്യൂറേറെ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ക്യൂറേറെ. Yes, next question. Which of the following are true about inclusive education? കഴിഞ്ഞ രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോഴും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. വീണ്ടും അടുത്ത സെറ്റിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. Which of the following are true about inclusive education? It is a part of wider strategy to develop an inclusive society. Then it acknowledges that not all children can learn in general class. It involves restructuring school cultures. Then diversity is a rich resource to support the learning for all. Then school should not be expected to change according to learning needs of all children. ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കിക്കോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, it is a part of wide strategy to develop an inclusive society. ഡയറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആണ്. പിന്നെ അടുത്തത് നോക്കിക്കേ, it acknowledges that not all children can learn in general class. അങ്ങനെ അല്ലല്ലോ. എന്താണ്, എല്ലാ കുട്ടികൾക്കും എവിടെ പഠിക്കാം, ജനറൽ ക്ലാസ് റൂംസിൽ പഠിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് അവർ അവിടെ നിന്ന് തരുന്നത് തന്നെ. സോ ബി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, ഇറ്റ് ഇൻവോൾവ്സ് റീസ്ട്രക്ചറിങ് ഓഫ് സ്കൂൾ കൾച്ചർ. ഓഫ് കോഴ്സ് സ്കൂൾ കൾച്ചറിനെ റീസ്ട്രക്ചർ ചെയ്തു. ദെൻ ഡൈവേഴ്സിറ്റി ഈസ് എ റിച്ച് സോഴ്സ് ടു സപ്പോർട്ട് ദ ലേണിംഗ് ഫോർ ഓൾ. കറക്റ്റ് ആൻസർ, ഡിയും കറക്റ്റ് ആണ്. ഈ സ്കൂൾ ഷുഡ് നോട്ട് ബി എക്സ്പെക്ടഡ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ലേണിംഗ് നീഡ്സ്, ഒരിക്കലും വരില്ല അല്ലേ. സോ ഹിയർ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് എയും സിയും ഡിയും ആവണം. യെസ്, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, എ, സി ആൻഡ് ഡി only. Next question. As per NEP 2020, school teachers are expected to spend how much time for continuous professional development? So ഇപ്പോൾ ഇവർക്ക് SRCയും അതുപോലെയൊക്കെയുള്ള ട്രെയിനിങ്ങും കോഴ്സസും ഇൻ സർവീസ് ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് NEP 2020 പ്രകാരം എത്ര കോഴ്സ്, അതായത് എത്ര മണിക്കൂർ വേണം എന്നുള്ളതാണ് ചോദ്യം. 40, 60, 50, 45 അവേഴ്സ് ആണ് ഓപ്ഷൻ ആയിട്ട് വന്നത്. ഓക്കെ, സോ ഇവിടെ ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. NEP 2020 അത്യാവശ്യം വായിച്ചു പോകുന്നവർക്കൊക്കെ നമുക്ക് കിട്ടാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ആൻസർ 50 അവേഴ്സ് ആണ്, 50 മണിക്കൂർ.
So correct answer is 50 hours. 50 മണിക്കൂർ. Okay. Next question. Arrange chronologically the programs or schemes for education. അതായത് ഇത് നടന്ന പ്രോഗ്രാംസിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം ഏറ്റവും പഴയത് ഏത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കൂ, ആദ്യം സർവശിക്ഷ അഭിയാൻ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം DPEP, പിന്നെ RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, ദെൻ സമഗ്ര ശിക്ഷ അഭിയാൻ. ഓക്കെ, SSA പറയുമ്പോൾ സർവശിക്ഷ അഭിയാനാണ് SSA. പിന്നെ അത് കഴിഞ്ഞ് കുറേ നടന്ന് വരുമ്പോ പിന്നെ സമഗ്ര ശിക്ഷ അഭിയാനും കൂടി ഉണ്ട്. അപ്പൊ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇനി നോക്കിക്കൂ, നമുക്ക് ഓരോന്നും ഒന്ന് നോക്കിയിട്ട് അതിന്റെ ഇയർ പറഞ്ഞ് നമുക്ക് അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാം. സർവശിക്ഷ അഭിയാൻ എന്തായിരുന്നു? അത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് 86th അമെന്റ്മെന്റിൽ അല്ലെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ വന്നത് വെച്ച് 2001 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുന്നു എന്നൊക്കെ ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ആ ഒരു മോട്ടോയിൽ ക്യാമ്പയിൻ കൊണ്ടുവന്നതാണ് സർവശിക്ഷ അഭിയാൻ. അതായത് അത് 2001 വന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അത് 1987 അതിനു മുമ്പ് NPE ഉണ്ടല്ലോ, നാഷണൽ പോളിസി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് വന്നിരുന്ന രാജീവ് ഗാന്ധിയുടെ ആ ഒരു സമയത്തുണ്ടായിരുന്ന NPE, അതായത് 1986 NPEയുടെ അത് സജസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആണ്. അത് ഇംപ്ലിമെന്റ് ആയത് 1987 പ്രൊവൈഡ് മിനിമം എസെൻഷ്യൽസ് ഇൻ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസിൽ മിനിമം എസെൻഷ്യൽ ഫെസിലിറ്റീസ് എൻഷുർ ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അടുത്തത് എന്താണ്? DPEP വന്നത് 1994 യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്നതാണ് DPEP. ഇനി അടുത്തത് ഏതാണ്? RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അത് മാർച്ച് 2009 വന്നു. ഇത് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടി, പ്രൈമറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് DPEP വന്നപ്പോ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് വന്നതാണ് RMSA 2009 മാർച്ചില്. ദെൻ അടുത്തത് ലാസ്റ്റ് സമഗ്ര ശിക്ഷ അഭിയാൻ റീസെന്റ് ആയിട്ട് വന്നതാണ് 2018. അത് ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ്, ഇതെല്ലാം സെൻട്രലി സ്പോൺസേർഡ് ആണ്. ഇനി ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് എന്താണ്? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം പ്രൈമറി ടു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി ലെവൽ വരെ ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. ഇവിടെ ഡേറ്റ് പ്രകാരം നോക്കിയാൽ SSA 2001. ഓക്കെ, അപ്പൊ നമ്മൾ A എടുത്തെഴുതി. ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1985 അപ്പൊ അതിന് മുമ്പാണ്. അപ്പൊ B ആദ്യം വരണം. ഓക്കെ, B കഴിഞ്ഞിട്ട് രണ്ടാമത് ഏതാണ്? 1994 ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പൊ BC തുടങ്ങണം. പിന്നെ 2001 SSA. BCA വരുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ 3 ആണ് വരുന്നത് BCA. പിന്നെ D ആയിട്ട് വരുന്ന രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ D, ദാറ്റ് ഈസ് 2009. പിന്നെ ലാസ്റ്റ് വന്ന സമഗ്ര ശിക്ഷ അഭിയാൻ 2018. ദാറ്റ് മീൻസ് BCADE ആണ് ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്. യെസ്, BCADE ആണ് കറക്റ്റ് ആൻസർ. നൗ അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. Q മെത്തഡോളജി, ഗസ് ഹൂ, സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ, ബൂട്ട്സ്ട്രാപ്പ് മെത്തേഡ്. ഓക്കെ, അത് കൊണ്ടുവന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ഹാർഡ്ഷോൺ ആൻഡ് മേ, ബ്രാഡ്ലി എഫ്രോൺ, സ്റ്റീഫൻസൺ, ദെൻ വില്യം സി ഗോസെറ്റ്. ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല അല്ലേ? നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഗസ് ഹൂ മാത്രം കേട്ടിട്ടുണ്ടാകും. ഇപ്പോഴും നമ്മൾ ഗസ് ഹൂ ഇതാര് എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും അല്ലേ? സോ അത് മാത്രം നമുക്ക് എവിടെയോ ഒരു ഐഡിയ ഉണ്ട്, ബാക്കിയൊക്കെ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ? സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷനും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട് റിസർച്ച് മെത്തഡോളജിയിൽ. ഇത് നോക്കാം നമുക്ക്. Q മെത്തഡോളജി സ്റ്റീഫൻസണിന്റെ ആണ് 1953. ദെൻ ഗസ് ഹൂ കൊണ്ടുവന്നത് ഹാർഡ്ഷോൺ ആൻഡ് മേ ആണ് 1929. ദെൻ സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ T അത് കൊണ്ടുവന്നത് വില്യം സേലി ഗോസെറ്റ് ആണ്. ദെൻ ബൂട്ട്സ്ട്രാപ്പ് മെത്തേഡ് സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ
അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് മെത്തേഡ് ബ്രാഡ്ലി എഫ്രോണ്ടതാണ്. സോ ഹിയർ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. A3, B1, C4, D2. സി അടുത്തൊരു കരിക്കുലത്തിന്റെ ഇത് തന്നെ വന്നു. സോറി, ഇൻസ്ട്രക്ഷൻ ഡിസൈൻ മോഡൽ, ദാറ്റ് ഈസ് jurisprudential inquiry model requires a fair amount of teacher directed activity and directed instruction. Components activities of model include. ഈ jurisprudential model instructional design മോഡലിൽ വരുന്നതാണ്. സോ ഈ മോഡലിലെ പ്രകാരം അതിന്റെ കമ്പോണന്റ് ആക്ടിവിറ്റീസ് ഓഫ് ദിസ് മോഡൽ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് എന്നാ ചോദ്യം വന്നിരിക്കുന്നത്. ഫാക്ട്സ് അബൌട്ട് സോഷ്യൽ പ്രോബ്ലം ഉണ്ട്, ഫ്രെയിംവർക്ക് ഫോർ അനാലിസിസ് ഓഫ് അനലൈസിംഗ് സോഷ്യൽ ഇഷ്യൂ, ദെൻ കോമ്പീറ്റൻസ് ഇൻ സോഷ്യൽ ഡയലോഗ്, ഓക്കെ, കംഫർട്ട് ഇൻ എക്സ്പ്രഷൻ ഒപ്പീനിയൻ, അനാലിസിസ് ഓഫ് പേഴ്സണൽ വാല്യൂ ആൻഡ് ബിഹേവിയർ. ഈ ഡിയും ഇയും അതിലില്ല. അതിൽ സോഷ്യൽ ഇഷ്യൂസും സോഷ്യൽ പ്രോബ്ലവും സോഷ്യൽ ഡയലോഗും ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് പോകുന്നതാണ് ജൂറിസ്പ്രുഡൻഷ്യൽ മോഡൽ. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ABC is right answer. Yes, correct answer is A, B and C only. ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ ആഡി മോഡലിന്റെ ഒരു ചോദ്യം ഓൾറെഡി നമുക്ക് കിട്ടിയിരുന്നു നേരത്തെ ഇല്ലേ? അതുപോലെ തന്നെ ആഡി, അശ്വറും ഡിക്ക് ആൻഡ് ക്യാരിയും എല്ലാം ഉൾപ്പെട്ട് വരുന്ന ഒരു ചോദ്യമായിരുന്നു അത് അല്ലേ? സോ അപ്പൊ അതുപോലെ എന്തായാലും ആ ഒരു ഏരിയ ഒന്നും ഒരിക്കലും കരിക്കുലം ഏരിയ അല്ലെ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഏരിയ ഒന്നും വിട്ടുപിടിക്കാൻ വഴിയില്ല UGC. ഓക്കെ, അടുത്തത് ഒരു പുതിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എപ്പോഴും കേട്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. Urich outlined 5 steps of curriculum development. Arrange these in proper sequence. Urich മോഡലിന്റെ എന്താണ് കരിക്കുലം സീക്വൻസ് അനുസരിച്ചുള്ള മോഡൽ. നമ്മൾ പക്ഷേ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉറിച്ച് മോഡൽ നമ്മുടെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അപ്പൊ അതിന്റെ ഞാനൊരു നോട്ടായിട്ട് നമുക്ക് ഇടാം. എന്നാൽ ഇപ്പൊ ഇതൊന്ന് നോക്കാം. Content, evaluation, goals and objectives, implementation, then needs assessment. ഇതിലെ ഏതാണ് ഓർഡറിൽ വരുന്നതെന്ന്. ഓക്കെ, സ്റ്റെപ്സ് ആണ് ചോദിക്കുന്നത്. ആദ്യം ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ആണ്, പിന്നെ വരുന്നത് നീഡ് അസസ്മെന്റ് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും, എന്നിട്ട് നീഡ് അസസ് ചെയ്യും, ദെൻ കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യും, പിന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇവാലുവേഷൻ നടത്തും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, correct answer is option 1 ആണ്. Okay, that is goals and objectives, then comes need assessment, then comes content development, then comes implementation, then finally evaluation. Next question. Which of the following statement is not correct about PERT? Okay, keto. PERT was developed primarily to simplify the planning and scheduling of large complex projects. Then in a PERT chart, nodes represents the activities, then or task, and arrows represent events or milestones in the project. PERT may utilize 3 time estimates. PERT was developed in 1960s. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ PERT പഠിച്ചിട്ടുണ്ട്. ഓക്കെ, PERT was primarily and simplified planning and large complex product. എന്താണ് ശരിക്കും PERT? അത് പറയട്ടെ ആദ്യം. PERT എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? യെസ്, ഇറ്റ് ഈസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ് PERT. 1958 ഡെവലപ്പ് ചെയ്തതാണ് ഈ PERT എന്ന് പറയുന്നത്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഓക്കെ, ഇനിയും ഇത് ആദ്യം വന്നത് US-ലാണ്. US-ൽ ശരിക്കും പറഞ്ഞാൽ നേവി ഫോർ പൊളാരിസ് മിസൈൽ പ്രോജക്റ്റ് അവർ കൊണ്ടുവന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. PERT എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് that helps to analyze project task and identify critical path. Okay. Then, okay, ഇപ്പൊ ഇത്രയൊക്കെ കിട്ടിയല്ലോ. ഇനി ഇതിനകത്താണ് ആരോസും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ വരുന്ന സംഭവം. അതാണ് PERT ഇവാലുവേഷൻ എന്നൊക്കെ പറയും, പ്രോഗ്രാം ആൻഡ് റിവ്യൂ ടെക്നിക് ഇവാലുവേഷൻ. ഇതിൻ്റെ അകത്ത് ഇത് നമ്മൾ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, PERT was developed primarily to simplify the planning and scheduling of a large complex project.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമല്ല. ഓക്കെ, നോട്ട് കറക്റ്റ് അബൌട്ട് എന്നാ ചോദിച്ചത്. ഇത് കറക്റ്റ് ആണ്. പ്ലാനിങ് അതിന് ഒന്നാണ്. ഇനി അടുത്ത നോക്കിക്കേ, 3 നോക്കിക്കേ, PERT may utilize 3 time estimate. അതും കറക്റ്റ് ആണ്. Then PERT was developed in between 1950 and 60s. ശരിയല്ലേ? നമ്മൾ ഓൾറെഡി ഇപ്പൊ PERT എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞത്? എക്സാക്ട്ലി 1958-ലാണ്. അപ്പോൾ 58-നും 58-ലാണെങ്കിൽ 50-ക്കും 60-ക്കും ഇടയ്ക്കിലാണ്. അപ്പോൾ 1-ഉം 3-ഉം 4-ഉം കറക്റ്റ് ആണ്. PERT-ല് നോട്ട്സ് represents activities or task and arrows represents the events or milestones in the project. അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ PERT-ല് അങ്ങനെയല്ല. ഓക്കെ, സോ അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദാറ്റ് മീൻസ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് PERT എന്നാ ചോദിച്ചേ. ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, that is PERT chart notes represents activities or task and arrows represents events or milestone. തിരിച്ചാണ്. സോ അപ്പൊ അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ് ആണ്. Which of the following is not correct? അടുത്തത്, qualitative research often avoids stating hypothesis before data collected. അടുത്തത്, a positivist belief that qualities of natural phenomenon must be verified by evidences after considering them as knowledge. The quantitative framework in educational research involves the application of scientific method to try to answer questions about education. Then quantitative research usually tests a specific hypothesis. Qualitative research are often does not. Which one is not correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കറക്റ്റ് അല്ലാത്തത്. Qualitative research often avoid stating hypothesis before data are collected. നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ചിലപ്പോ ക്വാളിറ്റേറ്റീവ് ഹൈപ്പോത്തസിസിൽ, ക്വാളിറ്റേറ്റീവ് റിസർച്ചില് ഗൈഡിങ് ഹൈപ്പോത്തസിസ് നമ്മൾ വെക്കാറുണ്ട് ചില സിറ്റുവേഷൻസിൽ, പക്ഷെ നോട്ട് ഓഫൺ. ഓഫൺ കണ്ടോ, മിക്കപ്പോഴും അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കറക്റ്റ് ആക്കി എടുക്കാം. സോ ഇത് കറക്റ്റ് ആണ്. ദെൻ അടുത്തത് കേട്ടെ, the quantitative framework in educational research involves application of scientific method. കറക്റ്റ് ആണ് 3. അടുത്ത, quantitative research usually test a specific hypothesis. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റില് റിസർച്ചില് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അല്ല വരുന്നത്. 1, 3, 4 ഇതിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആണ്. അപ്പോ 2, a positivist belief that qualities of natural phenomenon must be verified by evidence after considering them as knowledge. അതാണ് ആക്ച്വലി എന്ത് ഇൻകറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. യെസ്, ഏതാണ്? a positivist belief that qualities of natural phenomenon must be verified by evidences after considering them as knowledge. ഇത് incorrect ആണ് സ്റ്റേറ്റ്മെന്റ്. ഈ സെറ്റിലെ ലാസ്റ്റ് ചോദ്യം, prominent feature of Dick-and-Carey model that distinguish it from ADDIE model is. കണ്ടോ, ഇതിപ്പോ എത്ര വട്ടം ഈ ADDIE Dick-and-Carey നമ്മുടെ മാത്സ് ഫോളോയിങ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു ചോദ്യം, അതായത് Dick-and-Carey മോഡലിന്റെ ഫീച്ചർ, അതായത് ADDIE-യിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചർ പറയുക എന്ന് അല്ലേ. നോക്കിക്കേ, ഓപ്ഷൻ ഏതൊക്കെയാണ്? എംഫസൈസ് ഓൺ ഇവാലുവേഷൻ, ADDIE-ലും Dick-and-Carey-ലും ഉണ്ട്. ക്ലിയർ ലേണർ അനാലിസിസ്, ADDIE-ലും ഉണ്ട് Dick-and-Carey-ലും ഉണ്ട്. അടുത്ത നോക്കിയേ, ഇൻക്ലൂഷൻ ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അറ്റ് ഈച്ച് സ്റ്റെപ്പ്, ADDIE-ൽ ഇല്ല, കാരണം അത് പറ്റില്ല അവിടെ. ഓക്കെ, സോ അത് ഒരു Dick-and-Carey അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ്. Then sequential and linear design process, അത് 2-ലും ഉണ്ട്. സോ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഇൻക്ലൂഷൻ ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അറ്റ് ഈച്ച് സ്റ്റെപ്പ്. യെസ്, സോ ഓപ്ഷൻ 3, ദാറ്റ് ഇസ് ഇൻക്ലൂഷൻ ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഇസ് എന്താണ്? അത് ക്യാരിയുടെ മാത്രം പ്രത്യേകതയാണ്. Dick-and-Carey മോഡലിന്റെ മാത്രം പ്രത്യേകതയായിട്ട് പറയാം. ഓക്കെ, അതാണ് അവിടുന്ന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ വിത്ത് ദാറ്റ്
നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ സോഫാർ 60 ചോദ്യങ്ങൾ, ഇതുവരെയുള്ളതിൽ 60 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഉള്ള 40 ചോദ്യങ്ങളും കൂടി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി അവിടെ ഒരു കാര്യം, അതിലൊരു 10 ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കോംപ്രിഹെൻഷൻ ആണ്. അതിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് കൊടുക്കാം. നിങ്ങൾക്കത് ഓൾറെഡി നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതിലാണ്? നമ്മുടെ വേഡ് ഫയലിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കി ആൻസർ കണ്ടുപിടിച്ചാൽ മതി. വേഡ് ഫയലിൽ അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി എത്രയാണ്? ഒരു 30 ചോദ്യങ്ങളും കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് അടുത്ത 2 ക്ലാസ് ആയിട്ട് നമുക്ക് ആ 30 ചോദ്യം കൂടി ഡിസ്കസ് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.